നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നല്ല കേട്ടോ. ഇപ്പം നോമ്പ് കാലമായില്ലേ, അപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള താത്തമാരെല്ലാവരും അവരുടെ വീടൊക്കെ ക്ലീൻ ചെയ്യും. ഓരോ മുക്കും മൂലയും ഒരു കുഞ്ഞു പൊടിയുള്ള അതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തുടങ്ങും. അപ്പോൾ ഇവിടെയൊക്കെ തുടങ്ങിയിരിക്കുന്ന താത്തമാരൊക്കെ വീട് ക്ലീൻ ചെയ്യും. അപ്പോൾ ഈ ഒരു സമയമായിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഞാനും വീട് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ. നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ തോന്നും നമുക്കും അതുപോലെ നമ്മുടെ വീടും ക്ലീൻ ചെയ്യണം എന്ന് തോന്നും. ഇവിടെ പൊതുവെ കർക്കിടകമൊക്കെ ആയിട്ടുണ്ടെങ്കിലാണ് അതുപോലെ അത്രയും ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യാറ്. എന്നാൽ എനിക്ക് അവർ ചെയ്യുന്നത് കാണുമ്പോൾ ഞാനും അതുപോലെ ജനലാണെങ്കിലും വാതിലാണെങ്കിലും അതൊക്കെ ഇങ്ങനെ പൊടി തട്ടും എല്ലാം ചെയ്യും. അപ്പോൾ അവരിങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരിങ്ങനെ ചെയ്യുന്നത് കാണുന്നതും അവർ പറയുന്നത് കേൾക്കുന്നതൊക്കെ. അതായത് ഒരു ദിവസം ഒരു റൂമാണെങ്കിൽ പിറ്റേ ദിവസം ഒരു അടുക്കള. കാരണം വീട്ടിലെ പണികളും നമ്മൾ ചെയ്യണം, ക്ലീനിങ്ങും എല്ലാം ഒരുമിച്ച് തന്നെ കൊണ്ടുപോകണമല്ലോ. അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ള് ക്ലീനിങ്ങിന് തന്നെ ആയിട്ട് ഒരു വീട്ടമ്മയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ. കിച്ചണത്തെ പണികൾ ചെയ്യണം, കുട്ടികളെ സ്കൂൾ പറഞ്ഞയക്കണം, ഹസ്ബൻഡിനെ പറഞ്ഞയക്കണം, പിന്നെ ഈ വീട്ടിലത്തെ ക്ലീനിങ്. ഇപ്പോൾ ഈ ഒരു നോമ്പാകുമ്പോൾ സ്പെഷ്യലായിട്ടൊരു ക്ലീനിങ് ആണല്ലോ. അപ്പോൾ എല്ലാവരും അതിൻ്റെ വർക്കിലാണ്. അപ്പോൾ ഞാനും ഇന്ന് നമ്മുടെ വീട് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഫസ്റ്റ് അടുക്കളയാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അടുക്കളയിൽ നിന്നാണ് തുടങ്ങുന്നത്. അടുക്കള സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദിവസമായി ഒരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് അടുക്കള. ഞാനിന്ന് അടുക്കള ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ അടുക്കളയിലെ എല്ലാ പണിയും തീർത്തു കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പണികൾ രാവിലെ തന്നെ തീരാറുണ്ട്. കാരണം ലച്ചുവിനൊക്കെ സ്കൂളിലേക്ക് പോകേണ്ടതല്ലേ, ഫുഡൊക്കെ നേരത്തെ റെഡി ആവണമല്ലോ. അപ്പോൾ നമ്മുടെ ചോറും കറിയും ഉച്ചയ്ക്കുള്ളതും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ചേട്ടൻ വർക്കിന് പോയി, മോള് സ്കൂളിൽ പോയി. അപ്പോൾ ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ദോശ, സാമ്പാർ, പിന്നെ ഇത് കക്കയിറച്ചിയാണ് കേട്ടോ. ഇന്നലെ വീട്ടിൽ 2 ദിവസം മുന്നേ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന കക്കയിറച്ചിയാണ്. അപ്പോൾ അതാണ് ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കിച്ചണിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം കിച്ചണിലെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയ ഫുഡൊക്കെ വേറെ ഭാഗത്തേക്ക് മാറ്റി വെക്കുക. അല്ലെങ്കിൽ അതിലൊക്കെ പൊടിയാവില്ല. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി അവിടുത്തെ ക്ലീനിങ് തുടങ്ങണം. അപ്പോൾ ഞാൻ ആദ്യം ഫുഡൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ പിന്നെ ക്ഷീണം വരുമല്ലോ. കാരണം ഒരു പണി തുടങ്ങി വെച്ചാൽ പിന്നെ അത് അവസാനിപ്പിക്കണ്ടേ, പകുതി ഇട്ടിട്ട് അങ്ങനെ കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ കിച്ചണിൽ ഒരുപാട് പണികൾ കിടക്കുക. ഞാനിന്ന് നോക്കിയപ്പോഴാണ് എന്തോരം പണികളാണ്, എന്തോരം ക്ലീനിങ് ആണ്. അപ്പോൾ ഈ താത്തമാരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. കാരണം അവരിങ്ങനെ ഒരുപാട് പണികൾ മൊത്തം ക്ലീൻ ചെയ്യേണ്ട, ഒരു വീട് മൊത്തം നോമ്പാകുമ്പോഴത്തേനും ക്ലീൻ ചെയ്യണ്ടേ. അത് കാണുമ്പോൾ അത് ഓർക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ. അപ്പം ഞാനിന്ന് എൻ്റെ കിച്ചൺ ക്ലീൻ ചെയ്യാണ്. നമ്മൾ ചെറിയ വീടായിക്കോട്ടെ വലിയ വീടായിക്കോട്ടെ, ചില ആളുകൾക്ക് അങ്ങനത്തെ ഒരു തോന്നലുണ്ടല്ലോ, ഇതിപ്പോൾ എന്തിനാണ് വൃത്തിയാക്കുന്നത്. അപ്പോൾ എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും നമ്മുടെ വീട് പളുങ്ക് പോലെ കൊണ്ടുപോവുകയാണ് കേട്ടോ വേണ്ടത്. അപ്പം ഞാൻ ആദ്യം നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ഫുഡൊക്കെ ഉണ്ടല്ലോ, ഫുഡൊക്കെ ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി ക്ലീൻ ചെയ്യുമ്പോൾ അതിലേക്ക് പൊടിയും അഴുക്കൊക്കെ ആവുമല്ലോ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ ഒന്ന് ആദ്യം എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. നമ്മുടെ കിച്ചണിൻ്റെ ഒരവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ ഇത്. കാരണം ഇന്ന് ക്ലീനിങ് അല്ലേ എന്ന് കരുതിയിട്ട് രാവിലെ കുക്ക് ചെയ്ത പാത്രങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളും ഒന്നും കഴുകിയിട്ടില്ല. എല്ലാം ഒരുമിച്ച് അങ്ങ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആകെ അലങ്കോലമായി കിടക്കുകയാണ്. അതിലൂടെ ഇന്ന് കറണ്ടും പോയി. ഇനി എന്താവുമെന്ന് അറിയില്ല. എന്തായാലും ചെയ്തല്ലേ പറ്റുള്ളൂ. കറണ്ട് വരുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. വീഡിയോയിൽ അത്ര ക്ലിയർ ആവുമെന്ന് അറിയില്ല കറണ്ട് ഇല്ലാത്ത കാരണം. പക്ഷേ അടുക്കളയിൽ അത്യാവശ്യം നല്ല വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമ്മളിവിടെ ഇങ്ങനെ ഗ്രില്ല് കൊടുത്ത കാരണം നന്നായിട്ട് വെളിച്ചം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോരോ വർക്കായിട്ട് തുടങ്ങാം. നല്ല കാറ്റൊക്കെ ഉണ്ട് ഇന്നത്തെ ദിവസം. അപ്പോൾ നമ്മൾ മാറാല തട്ടിക്കൊണ്ടാണ് നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കഴിക്കാനുള്ള ഭക്ഷണം മൊത്തം ഡൈനിങ് ടേബിൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കഴിക്കാനുള്ള ഭക്ഷണമൊന്നുമില്ല, എല്ലാം കൊണ്ടുവച്ചു. ഇനി ഇവിടെ ആദ്യം തന്നെ നമ്മൾ മാറാല തട്ടുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? ഇവിടെ മാറാല തട്ടുക എന്ന് പറയുക. ആദ്യം ഈ പണി അങ്ങ് ചെയ്തിട്ട് വേണം ബാക്കി ഓരോന്ന് ചെയ്യാൻ. ഇതാണ് ഫസ്റ്റ് പരിപാടി. ഒരു കുഞ്ഞു വീടായിക്കോട്ടെ, അതിൻ്റെ എല്ലാ ഭാഗവും നല്ല ക്ലീനോട് കൂടി കൊണ്ടുപോവുകയാണെങ്കിൽ, ക്ലീനിങ് മാത്രമല്ല ഓരോന്ന് വെക്കാനുള്ള അടുക്കും ചിട്ടയും, അതായത് ഒരു പാത്രമൊക്കെ വെക്കുന്നത് കാണുമ്പോഴുള്ളൊരു ഭംഗിയും, അത് ആകെ ഇങ്ങനെ പരന്ന് ഇടാതെ ഒതുക്കി വെക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞു കുടിൽ പോലും കൊട്ടാരത്തിനേക്കാൾ തുല്യമാണ്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് കുഞ്ഞു വീടുകൾ, അവരവരുടെ ഓരോരോ ഭാഗങ്ങൾ അത്രയും നീറ്റാക്കി ഉള്ള സ്ഥലത്ത് ആ സാധനങ്ങൾ ഒതുക്കി വെക്കുമ്പോൾ അത് അതിൻ്റേതൊരു ഭംഗി വേറെയുമില്ല. അത് നമ്മളിങ്ങനെ വലിച്ചു വാരി ഇടുന്നതിലല്ലല്ലോ കാര്യം. കുഞ്ഞടുക്കളയിൽ ഒരു സ്റ്റോർ റൂമിനുള്ള സൗകര്യമില്ല. ഒരു അടുക്കളയാണെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കും വേണമല്ലേ. ഇതുപോലെ കുറച്ച് ഷെൽഫ് ഉണ്ടെങ്കിൽ മാത്രം പാത്രങ്ങളും സാധനങ്ങളൊക്കെ ആയിട്ട് ഒതുങ്ങില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു.
ഈ ഗ്യാപ്പ് ഇതുപോലെ അങ്ങ് ഉപയോഗിച്ചു. കാരണം 2 അറകളായിട്ട് മാറ്റി. ഡോറ് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് മേലെയും അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം. അതുപോലെ തന്നെ താഴെയും വെക്കാം. ഇപ്പോൾ എടുത്ത് മാറ്റിയ സാധനങ്ങളൊക്കെ മേലെ നിന്നാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ നമുക്ക് മേലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് താഴെയും വെക്കാൻ പറ്റും. ഇനി താഴെ ആകെ കച്ചറ ആയിരിക്കണം. കച്ചറ ഞാനിപ്പോൾ മേലെ നിന്ന് താഴത്തേക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ടതാണ് കേട്ടോ. ഇനി അവിടെ നിന്ന് ഉള്ള സാധനങ്ങളൊന്നും ക്ലീൻ ചെയ്യണം. നമുക്ക് വേണ്ടതും വേണ്ടാത്തതായ സാധനങ്ങളൊക്കെ മാറ്റിയെടുക്കാനുണ്ട്. ഇനി ആ ഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. നമ്മൾ ആവശ്യമില്ലാത്ത ഇത്രയും അധികം ആവശ്യമില്ലാത്ത സാധനങ്ങൾ അതിനകത്ത് ഞാൻ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമില്ലാത്ത എല്ലാം നമ്മൾ ഈ ചാക്കിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വെക്കണ്ടാവില്ല, അതിൻ്റെ മേലെ കയറ്റി വയ്ക്കും. ഞാൻ അങ്ങനെ ചിന്തിക്കുമായിരുന്നു, എന്തിനെങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ ഞാൻ അതിൽ നിറച്ച് വെച്ചിരുന്നില്ലേ. ഇടയ്ക്ക് ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോഴാണ് എന്തൊക്കെ വേണ്ടത് വേണ്ടാത്തെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇനി ഇതൊക്കെ ഇനി അതിൻ്റെ മേലെ കയറ്റി വെച്ചിട്ട് ഇനി എല്ലാം ഒന്ന് കഴുകിയെടുക്കണം. നമുക്ക് പാത്രങ്ങൾ വെക്കാനുള്ള ഒരു സ്പേസാണ് കേട്ടോ ഇത്. ഇത് അടുക്കളയിൽ ജനൽ വെക്കേണ്ട ഒരു ഭാഗമായിരുന്നു. പക്ഷേ ആ ഒരു ഭാഗത്തിനെ നമ്മൾ ഈ ഒരു മോഡലിൽ മാറ്റിയതാണ്. അപ്പോൾ ഒന്നുകൂടെ സൗകര്യം കിട്ടും. ജനലാണെങ്കിൽ നമുക്ക് ഇത്രയും സൗകര്യം കിട്ടില്ല. അപ്പോൾ ഇത് പുറത്തേക്കൊരു സ്ലാബ് വാർത്തിട്ട് ഇതുപോലെ പാത്രം കഴുകുന്ന ഒരു ഏരിയയും പിന്നെ അതിന് മുകളിൽ പാത്രം വെക്കാനൊക്കെ ആയിട്ടൊരു ഏരിയ ഒക്കെ ഉണ്ടാക്കി. ഇനി നമുക്ക് ഈ പാത്രങ്ങളും ഒക്കെ കഴുകി വെക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ചെമ്പും പ്ലേറ്റും കാലും അങ്ങനെയൊക്കെ, അതെല്ലാം ആദ്യം കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു ഭാഗം ഇപ്പോൾ കാണുന്ന ഈ ഒരു ഗ്രില്ലിട്ട ഭാഗത ഈ ഒരു ഭാഗം ആദ്യം ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി നമുക്ക് ആദ്യം പാത്രം കഴുകുന്നതിൻ്റെ മുൻപ് ആ ഗ്രില്ലൊക്കെ ഇട്ട ഭാഗം നിറയെ പൊടി പിടിച്ച് കിടക്കുകയാണ്. അപ്പം ഇനി ആദ്യം ആ ഭാഗമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം ഓപ്പണായി കിടക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടി പിടിക്കും, മാറാല പിടിക്കും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുടച്ച് കൊടുക്കാറുള്ളതാണ്. അപ്പോൾ ഇനി ഇവിടെയൊക്കെ തുടച്ചു. ഇനി നമുക്ക് കഴുകിയ പാത്രങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ മേലെ അടുക്കി വയ്ക്കാം. ഇതൊക്കെ എന്നും ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നല്ല, എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ. ഉരുളിയൊക്കെ എനിക്ക് എന്നാലും അധികമൊക്കെ ഉപയോഗിക്കും ഇതൊക്കെ. അപ്പോൾ ഞാൻ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെയാണിത്. അതൊക്കെ മുകളിൽ തന്നെ വെക്കും. അതായത് ചട്ടിയും ഇതൊന്നും നമുക്ക് ഡെയിലി ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അതെല്ലാം മുകളിലാണ് കേട്ടോ വയ്ക്കുന്നത്. ഒരുപാട് പാത്രങ്ങൾ വാങ്ങിച്ച് കൂട്ടി വെക്കുന്ന ഒരു സ്വഭാവം ഇല്ല കേട്ടോ. അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ വാങ്ങിക്കും. അല്ലാതെ കാണണ എല്ലാ പാത്രങ്ങളും ഇങ്ങനെ വാങ്ങിച്ച് വെക്കുക അങ്ങനത്തെ ഒരു ശീലമൊന്നുമില്ല. മൺപാത്രങ്ങളോട് കൂടുതൽ ഇഷ്ടമാണ്, അത്രമാത്രം. അല്ലാതെ ഒരുപാട് പാത്രങ്ങളൊന്നും വാങ്ങിച്ച് വെക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ ഒതുക്കി വെച്ചു. മുകളിൽ വെക്കേണ്ട പാത്രങ്ങളൊക്കെ മുകളിൽ വെച്ചു. ഇനി നമുക്ക് അതിന് താഴെയാണ് പ്ലേറ്റ്, ഗ്ലാസ്, അതുപോലെ മറ്റുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇതിന് താഴെയാണ് വെക്കേണ്ടത്. അപ്പോൾ അതിന് മുകളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓക്കെ ആക്കി. ഇനി മറ്റുള്ള സ്ഥലങ്ങളിൽ വെക്കേണ്ട പാത്രങ്ങൾ അതെല്ലാം ഇനി നമുക്ക് കഴുകിയിട്ട് ഈ സ്പേസിൽ നമുക്ക് വെക്കണം കേട്ടോ. ഈ സ്പേസിലും കൂടി വെച്ചാൽ ആ പണി കഴിഞ്ഞു. അപ്പം നമ്മൾ കഴുകി വെച്ചു കേട്ടോ പാത്രങ്ങളൊക്കെ. എല്ലാതും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടൊന്നുമില്ല, കഴുകുന്ന എല്ലാതും കൂടി കാണിക്കുന്നില്ല. അപ്പോൾ ഒരു സൈഡിൽ സ്റ്റീൽ പാത്രങ്ങളും ഒരു സൈഡ് ഗ്ലാസ് പാത്രങ്ങളുമാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റീൽ പാത്രങ്ങളും ഗ്ലാസ് പാത്രങ്ങളും ഒക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി ആ സൈഡത്തെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ട പണി വെച്ചെങ്കിൽ അടുപ്പിൻ്റെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഡെയിലി ഇവിടെ തീ കത്തിക്കും കേട്ടോ. ചോറൊക്കെ വെക്കാനും കറിയൊക്കെ വെക്കാനും ഇവിടെ ഡെയിലി വിറക് കത്തിക്കും. പിന്നെ ഈ ഒരു ഏരിയ ഞാൻ തൊട്ടിട്ടില്ല. ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ. അപ്പം നമ്മൾ പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ആ ചുമരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ പുകയൊക്കെ തട്ടിയിട്ട് വൃത്തികേടായി ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മുടെ അടുപ്പും എല്ലാതും കഴുകി വൃത്തിയാക്കി ആ ഭാഗവും ഓക്കെ ആയിട്ടോ. ഇനി നമുക്ക് ആ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇനി അത് മാത്രമേ ക്ലീൻ ചെയ്യാനുള്ളൂ കേട്ടോ. ഈ ഭാഗമൊക്കെ ക്ലീനാക്കി എടുത്തു. ഇനി നമ്മുടെ അടുത്ത ടാസ്ക് ഇവിടെയാണ്. ഈ ഒരു ഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ നമ്മുടെ വർക്ക് കഴിഞ്ഞു കേട്ടോ.
അപ്പോൾ ഈ ഒരു ഭാഗം കൂടി നമ്മൾ ക്ലീൻ ആക്കാം. അപ്പോൾ ആ ഭാഗമൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഞാനത് വീഡിയോയിൽ കാട്ടിയിട്ടില്ല. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ വാളിലൊക്കെ ഉണ്ടല്ലോ, വാൾ ടൈലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനുണ്ട്. കാരണം ഇവിടെയൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും മെഴുക്കൊക്കെ ഓയിലൊക്കെ തട്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ വൃത്തികേടാവും. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മുടെ വർക്ക് കഴിഞ്ഞു കേട്ടോ. വീഡിയോയിൽ കുറച്ച് സമയത്തെ വീഡിയോ ആണെങ്കിലും നല്ല നല്ല പണിയായിരുന്നു ഇത്. നല്ലോണം ഒരുപാട് സമയം വേണ്ടി വന്നിട്ട് എനിക്കെല്ലാം കൂടെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ അടുക്കള ഇപ്പം മൊത്തം ക്ലീനായി. എനിക്കിന്ന് ഒരുപാട് സന്തോഷം എൻ്റെ അടുക്കള കാണുമ്പോൾ. ഒരുപാട് സന്തോഷം. എന്നോട് തന്നെ എനിക്ക് വല്ലാത്തൊരു ബഹുമാനമൊക്കെ തോന്നി. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്തു തീർത്തു. ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കിയെന്ന് നമുക്ക് ഒരു തോന്നൽ വരുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നും. ഞാനിതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എല്ലായിടവും ക്ലീൻ ചെയ്തു. അവിടെ അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ളൊരിതൊന്നും എൻ്റെ മനസ്സിൽ ഇതുവരെ തോന്നിയിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ പറ്റുന്നതിലും മാക്സിമം ഞാൻ എല്ലായിടത്തും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗമാണല്ലോ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം ഇത്രയാണ്. വേണ്ട പാത്രങ്ങൾ മാത്രമാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. വേണ്ടാത്ത പാത്രങ്ങളെല്ലാം ഞാനിവിടെ നിന്ന് മാറ്റി വെച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് ഇവിടെ മൊത്തം ക്ലീൻ ആയിട്ട് കിടക്കുകയാണ്. ഇന്ന് ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വന്നിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്നാണോ എൻ്റെ വീട് പൊട്ടയായിട്ട്, കാരണം ഒരു ക്ലീൻ അല്ലാതെ ആകെ അലങ്കോലമായി കിടക്കുന്ന അന്നാണ് ആരെങ്കിലുമൊക്കെ ഗസ്റ്റായിട്ട് വരിക. അപ്പോൾ എല്ലാവർക്കും ബൈ.